It's me Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലോട്ട് 1 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒരു ഫോർക്ക് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പോളം തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അല്പാൽപ്പായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഈ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നമ്മുടെ ദോശ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശയുടെ ബാറ്ററിന്റെ അതേ കൺസിസ്റ്റൻസിയിലാട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാൻ തുടങ്ങും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചിട്ട് ദോശ റെഡിയാക്കി എടുക്കാം. എത്രമാത്രം വലിയ ദോശ വേണം അത്രത്തോളം മാവ് ഒഴിച്ച് നന്നായിട്ട് വട്ടത്തിൽ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി. ബട്ടർ ഒഴിച്ചാൽ കുറേയും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.